അങ്ങനെ നമ്മുടെ ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ എത്തിയിരിക്കട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ മാർഗഴി നമ്മുടെ ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും മുന്നിൽ പെടുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ കുറച്ച് രംഗങ്ങൾ കാണിക്കുന്നുണ്ടേ. മിക്കവാറും നമ്മുടെ ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും കണ്ണ് വെട്ടിച്ച് നമ്മുടെ മാർഗഴി എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചു നിൽക്കുമായിരിക്കും. എന്തായാലും നമ്മുടെ രഞ്ജു പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് നീയും ഗോവിന്ദേട്ടനും കൂടി നീ ഇട്ടിരിക്കുന്നതിന്റെ ഡ്രസ്സിന്റെ പേരിൽ വഴക്കിട്ടു, ഈ ഡ്രസ്സ് അല്ലല്ലോ നീ ഇട്ടിരുന്നേന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജു ഇങ്ങനെ നമ്മുടെ ഗീതുവിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഗീതു ആകെ വായും പൊളിച്ച് നിൽക്കുന്നുണ്ടേ. ഞാൻ വേറെ ഏത് ഡ്രസ്സ് ഇടാ, ഞാൻ ഇത് തന്നെയാണ് ഇട്ടിട്ട് വന്നത് എന്നൊക്കെ നമ്മുടെ ഗീതവും പറയുന്നുണ്ടേ. അപ്പൊ ആകപ്പാടെ അവിടെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ഗോവിന്ദ് നമ്മുടെ വെങ്കടേഷിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്കിളിന്റെ ഭാര്യയുടെ പേര് അനാർക്കലി എന്നാണല്ലേ, ഞാൻ എൻ്റെ പ്രിയമോളെ പോലെ സ്നേഹിക്കുന്നവൾ എൻ്റെ കുടുംബ ശത്രുവിന്റെ മകളെയാണല്ലേ, ഈ സത്യം ഞാൻ അറിയുമെന്ന് വിചാരിച്ചില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ആകപ്പാട് ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, മരണാനന്തര ജീവിതം എന്നൊന്നുണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ നിന്ന് മരിച്ച് തലക്ക് മുകളിൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ നടന്ന എല്ലാ ചതികളെയും പറ്റിയും അറിഞ്ഞിട്ടുണ്ടാകും അങ്കിൾ. ഒരു കണക്കിന് ഞാനും അതറിയും, ഒരു ദിവസം ഞാനും അതറിയും എന്ന് നമ്മുടെ ഗോവിന്ദ് പറയുന്നു കേട്ടോ. അങ്ങനത്തെ കുറച്ച് രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.